ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അലീനയുടെയും മനുവിന്റെയും നാളത്തെ സൂപ്പർ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനുമുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും നമ്മൾ എത്തുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വിശേഷങ്ങൾ പറയുന്നത്. ഫോൺ കംപ്ലൈന്റ് ആയതുകൊണ്ടാണ് നമുക്ക് വിശേഷങ്ങൾ പറയാൻ കഴിയാഞ്ഞത്. എന്തായാലും നാളെ മുതൽ ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ എല്ലാ ദിവസവും 7:30 നിങ്ങളുടെ മുൻപിൽ അലീനയുടെയും മനുവിന്റെയും കഥയുമായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വലിയൊരു സപ്പോർട്ട് ലൈക്കായിട്ടും കമന്റായിട്ടും സബ്സ്ക്രൈബായിട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നാളെ മുതൽ കളി ഒന്ന് മാറുകയല്ലേ. നമ്മുടെ വൈജയന്തിക്ക് അല്പം കൂടെ അഹങ്കാരം ഉണ്ടാകുന്ന ചില ദിവസങ്ങളായിരിക്കും വരുന്ന ദിവസത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത്. കാരണം രാജീവും ശിവനും വന്നതോടുകൂടി നാളത്തെ എപ്പിസോഡിൽ വരിക മാത്രമല്ല, അലീനയെ എന്ത് ചെയ്തിട്ടാണെങ്കിലും അവിടുന്ന് വലിച്ചഴച്ച് പുറത്താക്കുക, ബാലചന്ദ്രന്റെ അഹങ്കാരം കുറയ്ക്കുക എന്നൊരു വലിയൊരു തീരുമാനവുമായിട്ടാണ് രണ്ടുപേരും ക്രിമിനൽ സ്വഭാവത്തോടു കൂടി വരുന്ന രാജീവിനെയും അതുപോലെ നമ്മുടെ ശിവനെയൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ രാജീവും ശിവനും വന്ന് വൈജയന്തിക്ക് ഒരുപാട് ധൈര്യം കൊടുക്കുകയും, ഇടി നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, നാളെ എന്നൊരു പകലുണ്ടെങ്കിൽ അലീന ആ വീട്ടിൽ നിന്ന് പുറത്തായിരിക്കും, ബാലചന്ദ്രന്റെ എല്ലാ അഹങ്കാരവും നമ്മൾ കുറയ്ക്കുമെന്ന് ഒരു വലിയൊരു ധൈര്യം കൊടുത്തിട്ട് വൈജയന്തിനെ വീട്ടിലേക്ക് പറഞ്ഞു വിടുക. വീട്ടിലേക്ക് ചെല്ലും തന്നെ വലിയൊരു അഹങ്കാരത്തോടു കൂടി ചെല്ലുന്നത് അലീനയെ കാണുന്ന അലീനയോട് വെല്ലുവിളിക്കുക. എന്റെ രണ്ടാങ്ങളമാർ എത്തിയിട്ടുണ്ട്, നിന്റെ എല്ലാ ഇടപാട് തീരുക, നാളെ രാവിലെ വേണമെങ്കിൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ, നിനക്ക് തനിയെ രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ ഈ രാവിലെ തന്നെ സ്ഥലം കാലിയേക്കോ, അല്ലെങ്കിൽ നാളെ നിന്നെ ഇത് വലിച്ചിഴയ്ക്കും എന്ന് പറഞ്ഞ വലിയൊരു ഭീഷണി മുഴക്കുക. അപ്പൊ ഇതിനെതിരെ നമ്മുടെ കൃഷ്ണമോള് എതിർക്കുന്നുണ്ടോ. പക്ഷെ കൃഷ്ണമോളുടെ എതിർപ്പിനെയൊന്നും വൈജയന്തി കണക്കാക്കാതെ വലിയ അഹങ്കാരത്തോടു കൂടി അലീനയെ നാളെ നിന്ന് പുറത്താക്കുമെന്നൊരു തീരുമാനത്തോടു കൂടി വെല്ലുവിളിക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിലുണ്ട്. അതിനുശേഷം കാണുന്നത് രാജീവും അതുപോലെ ശിവനും കൂടെ ബാലചന്ദ്രനെ വിളിക്കുന്ന ഒരു ഭാഗമാട്ടോ. വിളിച്ചിട്ട് ആദ്യം നല്ല സൗമ്യമായ രീതിയിൽ സംസാരിക്കുന്ന, അതിനുശേഷം അതിന് മറുപടി ബാലചന്ദ്രൻ സൗമ്യമായ രീതിയിൽ തന്നെ ഇടപെടുന്നു. വന്ന കാര്യം വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ വിളിച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോഴാണ് നാളെ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്, ചില കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട് എന്ന് പറയുക. അപ്പൊ തന്നെ ബാലചന്ദ്രന്റെ കാര്യം മനസ്സിലായി, അലീനയെ പുറത്താക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ തന്നെയാണ് എന്ന് മനസ്സിലായി. അപ്പൊ എന്തായാലും വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സമയത്തിന് ശേഷം മാറുകയും ഒടുവിൽ വലിയൊരു ഭീഷണി മുഴക്കുന്ന ഒരു അനുഭവമൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണുന്നത്. അങ്ങനെ രണ്ടും കൽപ്പിച്ചുകൊണ്ട് രാജീവും ശിവനും കൂടെ ബാലചന്ദ്രനെ കാണാൻ ചെല്ലുന്ന ഒരു ഭാഗമുണ്ട്. അതിനുശേഷം വലിയൊരു ഒരു എന്താ പറയുക, ഒരു കലാപതുല്യമാകുന്ന അനുഭവത്തിലേക്കൊക്കെ കുടുംബം പോവുകയാണ്. അപ്പം വൈജയന്തി വലിയ അഹങ്കാരത്തോടു കൂടി തന്റെ രണ്ടാങ്ങളമാരെ കണ്ടപ്പോൾ ബാലചന്ദ്രന്റെ എതിരെ സംസാരിക്കുകയും ബാലചന്ദ്രൻ മുറിയിൽ കയറി ചെല്ലുകയൊക്കെ ചെയ്യുന്ന ഭാഗം നാളത്തെ എപ്പിസോഡിലുണ്ട്. അതിനുള്ള തിരിച്ചടികളൊക്കെ നാളെയുണ്ട്. അങ്ങനെ തല്ലി ഒതുക്കുവാൻ വന്ന രാജീവും ശിവനും ഒടുവിൽ ബാലചന്ദ്രന്റെ മുൻപിൽ മുട്ടുമടക്കുന്ന ഒരു ഭാഗമുണ്ട് കേട്ടോ. കാരണം ഭീഷണിയുമായിട്ട് വരുമ്പോൾ ബാലചന്ദ്രന്റെ പഴയകാല തന്റെ സഹോദരിയുടെ അല്ലെങ്കിൽ തന്റെ പെങ്ങളുടെ പഴയകാല ചരിത്രത്തെക്കുറിച്ച് ഒരു ചെറിയൊരു ക്ലൂ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സൂചന കൊടുക്കുകയാണ്. ഈ സൂചനയ്ക്ക് മുൻപിൽ പെട്ടെന്ന് പകച്ചു പോകുന്ന രാജീവിനെയും ശിവനെയൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത്. അതിനുശേഷമാണ് സത്യങ്ങളെല്ലാം തുറന്നു പറയുന്ന ബാലചന്ദ്രൻ തുറന്നു പറയുകയും അങ്ങനെ വൈജയന്തിയെ രക്ഷിക്കുവാൻ വന്ന രാജീവും അതുപോലെ ശിവനും വെറും കൈയോടുകൂടി മുഖം താഴ്ത്തി മടങ്ങിപ്പോകുകയും ചെയ്യുന്ന ചില ഭാഗങ്ങൾ കണ്ട് വൈജയന്തി അന്താളിച്ച് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ആയിരിക്കും ഇനി കാണാൻ പോകുന്നത്. വീണ്ടും നാളത്തെ വിശേഷവുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.